ഹലോ ഡിയേഴ്സ്, +2 ബിസിനസ് സ്റ്റഡീസിലെ ഓരോ ചാപ്റ്ററുകളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത് നേച്ചർ ഓഫ് മാനേജ്മെന്റും ലെവൽസ് ഓഫ് മാനേജ്മെന്റും കോർഡിനേഷനുമാണ് പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ടൈലറുടെ പ്രിൻസിപ്പിളും ടെക്നിക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ ഹെൻറി ഫയൽസിന്റെ 14 പ്രിൻസിപ്പിളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റിൽ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന കോൺസെപ്റ്റ് ആണ് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്ത് എഫേർട്ട് എടുത്തുകൊണ്ട് പഠിക്കേണ്ടത്. നാലാമത്തെ ചാപ്റ്റർ ആണ് പ്ലാനിംഗിൽ ടൈപ്സ് ഓഫ് പ്ലാനും പ്ലാനിങ്ങിന്റെ പ്രോസസ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുകളാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിൽ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഓർഗനൈസിംഗ് സ്ട്രക്ചർ ദാറ്റ് ഈസ് ഫംഗ്ഷണൽ ആൻഡ് ഡിവിഷണലും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ഈ 3 ടോപ്പിക്കുകൾ മറ്റെല്ലാ ടോപ്പിക്കുകളും വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഇനി സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൽ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഈ 2 ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗിൽ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഈ 4 ടോപ്പിക്കുകൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കോൺസെപ്റ്റുകളാണ്. ഇനി കൺട്രോളിംഗ് എന്ന ചാപ്റ്ററിൽ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പും സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് പ്രോസസ്സുമാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വെക്കേണ്ടത്. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെന്റിലാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഏതൊക്കെയാണ് എന്നും ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്താണെന്നും ക്യാപിറ്റൽ സ്ട്രക്ചർ ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും എന്നതാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. ഇനി മാർക്കറ്റിംഗ് എന്ന ചാപ്റ്ററിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസും മാർക്കറ്റിംഗ് മിക്സും പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷനും കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സും കൺസ്യൂമേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.